കവളങ്ങാട് യുഹാനോൻ മാംദോന യാക്കോബായ പള്ളിയിൽ ശതാബ്ദി പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു. ഞായറാഴ്ചയാണ് സമാപനം. ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനവും ജനുവരിയിൽ വിവിധ പരിപാടികളോടെ നടത്തും. കവളങ്ങാട് സീനായ്ക്കുന്ന് മാർ യുഹാനോൻ മാംദോന പള്ളിയിൽ 100ാമത് ശിലാസ്ഥാപന പെരുന്നാളാണ് ആഘോഷിക്കുന്നത്. വികാരി ഫാദർ ബേബി മംഗലത്ത് കൊടിയേറ്റി. ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കുകൊണ്ടു. ശനിയാഴ്ച രാവിലെ 8-ന് വിശുദ്ധ കുർബാന. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച രാവിലെ 8-നുള്ള വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഐസക് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ചസദ്യ എന്നിവയും ഉണ്ടായിരിക്കും. വികാരിയും ട്രസ്റ്റിമാരായ PK വർഗീസ്, എൽദോസ് കുര്യാക്കോസ് തുടങ്ങിയവരുമാണ് പെരുന്നാളാഘോഷത്തിന് നേതൃത്വം നൽകുന്നത്. അഭിയുന്ന പിതാവായ മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കവളങ്ങാടുള്ള മാർ ഗ്രിഗോറിയോസ് ചാപ്പലിലേക്ക് പ്രദക്ഷിണം നടത്തപ്പെടും. ഞായറാഴ്ച രാവിലെ 7:15 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8 മണിക്ക് മൈലാപ്പൂർ ഭദ്രാസനത്തിൻ്റെ അഭിയുന്ന പിതാവായ ഐസക് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് കൽപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കും. തുടർന്ന് മാർ ബസേലിയോസ് ചാപ്പലിലേക്കുള്ള പ്രദക്ഷിണം നടത്തപ്പെടും. പ്രദക്ഷിണം തിരികെ പള്ളിയിൽ വരുമ്പോൾ എല്ലാവർക്കും നേർച്ച സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. ശതാബ്ദിയുടെ സമാപനം ജനുവരി 7-നാണ് നടത്തുന്നത്. ഇതോടനുബന്ധിച്ച് ആത്മീയവും ഭൗതികവുമായി വിവിധ പരിപാടികൾ നടത്തുമെന്ന് വികാരി അറിയിച്ചു. ശതാബ്ദിയുടെ സമാപനവും സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ സമാപന സമ്മേളനം വിവിധ സാമുദായിക സാംസ്കാരിക നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുകൂടി വിവാഹ സഹായം, ഭവന നിർമ്മാണം, രോഗികൾക്കുള്ള ഡയാലിസ് കൂപ്പണുകൾ, ഹൃദ്രോഗികൾക്കുള്ള കിഡ്നി പേഷ്യൻസിനുള്ള ഡയാലിസിസ് കൂപ്പണുകൾ, അതുപോലെ മറ്റ് രോഗികൾക്കുള്ള സഹായങ്ങൾ ഒക്കെ ആത്മീയവും ഭൗതികവുമായ ഈ ഇടവകയ്ക്കകത്തും പുറത്തുമുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടവക പ്രാർത്ഥിച്ചൊരുങ്ങി ക്രമീകരിച്ചു വരുന്നു. GTV ന്യൂസ്, കവളങ്ങാട്.